വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് വെറൈറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 2.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി. അപ്പോൾ ഇതൊരു ടീസ്പൂൺ സാദാ പൊടിയും പാടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചതച്ചത്, അതും പാടെ പിന്നെ വലിയ ജീരകം ഒക്കെ കൂടി ചതച്ചതാണ്. പിന്നെ അതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്പി യോജിപ്പിക്കുക. ഈ ഇതിക്കങ്ങനെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇതിക്കങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങണതല്ലേ. ഞാൻ ഈ കുക്കർ കുക്കറൊന്ന് സ്റ്റൗമ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 6 വിസിൽ വരുന്നത് അതൊന്ന് 6 വിസിൽ വന്ന് അതൊന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വേകുമ്പോഴേക്കും ഞാൻ ഇതിക്കങ്ങനെയല്ലേ കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ ഇതിക്കന്നെ ഈ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തേങ്ങാക്കൊത്ത് കുറച്ച് ഇതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതിക്ക് തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങാക്കൊത്തിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് അതുമ്പോൾ ഇതിക്കനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നല്ലോണം വാട്ടിയെടുക്കണം. അപ്പോൾ അത് നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. അപ്പം ഇനി എപ്പോഴൊക്കെ നമുക്ക് ബീഫ് വെന്തിക്കണം നോക്കണം. അപ്പോൾ അത് ബീഫൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് വറ്റിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഉള്ളിലേക്ക് അങ്ങനെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുമ്പോൾ ഇതിക്കനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ് ബീഫ് തിക്കാനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബീഫ് തിക്കാനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ഇളക്കി മറിച്ചെടുക്കണത്. അപ്പോൾ ഇത്രയും ഞാൻ ഈ ബീഫ് കുക്കറിക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. പക്ഷേ ചട്ടിക്കനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വെറ്റിച്ചെടുക്കണം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി മറിച്ച് ഇതൊക്കെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിക്കേനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളക് കടുക് കീറിയത് അതെല്ലാം ഇട്ടെടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം വറ്റിച്ചെടുക്കണേ വെള്ളം ഒന്ന് ഈ കുക്കറിൽ കിടന്നുങ്ങാണ്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ട് നമ്മളെ ബീഫ് വരട്ടി ഇവിടെ റെഡി. നമ്മൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.